ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാലടി പന്തേപാലത്ത് സർവീസ് റോഡിൽ നിർമ്മിച്ച പാലം തകർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ പാലം ഒരു വശത്തേക്ക് ചരിയുകയായിരുന്നു. പാലം തകർച്ചയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തി. ദേശീയപാതയിൽ അയങ്കലത്തിനും നരിപ്പറമ്പ് റോഡിനും ഇടയിൽ സർവീസ് റോഡിൽ കാലടി പന്തേപാലം തോടിനു മുകളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ ഒരു വശത്തേക്ക് ചരിഞ്ഞു തകർന്നത്. സർവീസ് റോഡിന്റെ ഏതാനും ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. ഇതോടെ കാലടി നരിപ്പറമ്പ് റോഡിലുള്ള വലിയ പാലത്തിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടതായും നാട്ടുകാർ പറഞ്ഞു. ഉച്ചക്കൊരു 2 മണിക്ക് അവിടെ ഡാറ് ഞങ്ങൾ കണ്ടു. സർവീസ് റോഡ് കൂടെ യാത്ര ചെയ്യുന്ന ഒരു കാര്യം, സർവീസ് റോഡ് മൊത്തം കുണ്ടും കുഴിയും പൊടിശല്യമാണ്. അപ്പം ഞങ്ങൾ കരുതിയത് അത് ഡാറ് ചെയ്തിട്ട് കുഴി അടക്കുമെന്ന് കരുതിയത്. പക്ഷെ അവരിത് മുൻകൂട്ടി കണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു 5:30 മണിക്ക് ആ പൊട്ടിയ ഭാഗത്ത് 2 ലോഡ് ടോറസിന് മണ്ണ് കൊടുത്തിട്ട് അവർ ടോറസ് മണ്ണ് അവിടെ തട്ടി വണ്ടി 100 മീറ്റർ ഇങ്ങോട്ട് നീങ്ങിയിട്ടില്ല. അതിൻ്റെ മുമ്പേ ഇത് മൊത്തം മറിയാണ് ഉണ്ടായത്. എന്തായാലും ഭയങ്കര അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. വാഹനങ്ങളൊന്നും ഇല്ലാതെ അവർ മുൻകൂട്ടി കണ്ട് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിരുന്നു. ഒരു 4:30 മണി മുതൽ ഈ റൂട്ടിലുള്ള വാഹനങ്ങൾ അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ ഭയം കൊണ്ട് ഇങ്ങനെ കഴിച്ചില്ല. ഏതാനും ദിവസം മുൻപ് സർവീസ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇത് ടാർ ചെയ്ത് മറയ്ക്കാനാണ് നിർമ്മാണ കമ്പനി ശ്രമിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതേ രീതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പ്രദേശങ്ങളിലും സമാന രീതിയിൽ അപകട സാധ്യതയുള്ളതിനാൽ ബലപരിശോധന നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവം നടന്നയുടനെ റോഡ് ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ മണ്ണ് നീക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് റോഡ് നിർമ്മാണ കമ്പനി ശ്രമിച്ചതെന്നും പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പോലും പരിഗണിക്കാതെയുള്ള അശാസ്ത്രീയ നിർമ്മാണ രീതികൾ ഇനിയും അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും തവനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷാഫി അയങ്കലം, റൌഫ് വെള്ളാഞ്ചേരി, ഷംസു തവനൂർ എന്നിവർ ആവശ്യപ്പെട്ടു. വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണിട്ട് നികത്തിയ ഒരു പാലം, അതിൻ്റെ മതിലുമാണ് ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ ആയിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല പരാതികളും പല വിമർശനങ്ങളും പല ഭാഗങ്ങളിലായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇതിലുള്ള നിർമ്മാണത്തിലുള്ള പോരായ്മകൾ, പല വിമർശനങ്ങൾ ഒക്കെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോഴോ അല്ലാതെ തന്നെ മറ്റു പഞ്ചായത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥ തലങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് യാതൊരു വിധ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളോ നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. എല്ലാം ഈ ഒരു ഏജൻസി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആരും മേൽനോട്ടത്തിനോ അല്ലെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ റോഡ് ഇതിലൂടെ നിരന്തരം യാത്രക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു റോഡിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് വളരെ ഭീതി ജലുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതുപോലുള്ള സമാനമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മണ്ണ് ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് നികത്തുന്നതിൽ അല്ലെങ്കിൽ മണ്ണ് എടുക്കുന്നതിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കുന്നൊക്കെ ഇടിക്കുന്നത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത രീതിയിലാണ് അവരുടെ നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇതുപോലുള്ള അപകടങ്ങൾ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാകും. പാലവും റോഡും തകർന്ന വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. NCV ന്യൂസ്, പൊന്നാനി. എടപ്പാളിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ 10 ഞായറാഴ്ച മുതൽ നവംബർ 12 ചൊവ്വാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.